ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലീവ്സിനെ കുറിച്ചാണ് ഈ വീഡിയോ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലീവ്സ് വെയർ ചെയ്യുന്നവരായിരിക്കും. ചില സമയത്ത് മറ്റുള്ളവർ വെയർ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ പേര് അറിയണ്ടാവില്ല. അന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് പേര് അറിയുന്നുണ്ടാവില്ല. അതുകൂടാതെ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പല ടൈപ്പ് ഓഫ് സ്ലീവ്സ് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നെക്സ്റ്റ് ടൈം ഇപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് ഇന്ന സ്ലീവുള്ള ഡ്രസ്സാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയാൻ നിങ്ങളെ ഈ വീഡിയോ പാകപ്പെടുത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ നമ്മൾ നോർമലി സാധാരണ കാണുന്ന ഷോർട്ട് സ്ലീവ് അല്ലെങ്കിൽ ലോങ് സ്ലീവ്, ഫുൾ സ്ലീവ് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ലീവ് നെയിംസ് ആണ് പറയുന്നത്. സ്ലീവ് നെയിംസ് തന്നെ ഒരുപാടുണ്ട്. അതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്ലീവ്സ്, നമ്മൾ ഇന്ത്യൻ ഡ്രസ്സിലൊക്കെ വരുന്ന കുറച്ച് സ്ലീവ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബട്ടർഫ്ലൈ സ്ലീവ്സ്. ചിലപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലും ബട്ടർഫ്ലൈ സ്ലീവ്സിൻ്റെ ഒരു ഡ്രസ്സെങ്കിലും ഉണ്ടായിരിക്കും. കാരണം ഒരു സമയത്ത് വല്ലാതെ ട്രെൻഡായിട്ടുള്ള, ഇപ്പോഴും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ലീവ്സാണ് ബട്ടർഫ്ലൈ സ്ലീവ്സ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നല്ല ഫ്രീ ആയി കിടക്കുന്ന ഒരു സ്ലീവ്സാണ്. അധികം ഷോർട്ട് സ്ലീവ്സിലാണ് ഇത് വരുന്നത്. ചില സമയത്ത് സർക്കുലർ സ്ലീവ്സും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ഒരു സ്ലീവ്സ് നമുക്ക് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയോ അതേപോലെ തന്നെ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയോ ഒക്കെ യൂസ് ചെയ്യാം. അതായത് ബ്ലൗസസിൻ്റെ കൂടെയൊക്കെ ഈ ബട്ടർഫ്ലൈ സ്ലീവ്സ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ വെസ്റ്റേൺ ടോപ്സ്, ചെറിയ ഡ്രസ്സസ്, കിഡ്സ് വെയറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്ലീവാണ് ഈ ബട്ടർഫ്ലൈ സ്ലീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലീവ് കാറ്റഗറിയാണ് ബെൽ സ്ലീവ്സ്. ബെൽ സ്ലീവ്സും ഒട്ടുമിക്ക ആളുകളുടെയും കയ്യിലുണ്ടാവും. പാകിസ്ഥാനി സൂട്ട്സിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്ലീവ്സാണ് ഈ ബെൽ സ്ലീവ്സ്. അത് ഫുൾ സ്ലീവ് ആയിട്ട് അടിഭാഗത്തേക്ക് ലൂസായിരിക്കും. നമ്മൾ സ്റ്റാർട്ടിങ് ഏരിയ, സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ കുറച്ച് ഫിറ്റിലായിരിക്കും. താഴോട്ട് വരുമ്പോൾ ലൂസായി കിടക്കുന്ന സ്ലീവ്സാണ് ബെൽ സ്ലീവ്സ്. ഇത് രണ്ട് ടൈപ്പിൽ വരാറുണ്ട്. ഒറ്റയടിക്ക് മുകളിൽ തൊട്ട് താഴോട്ട് ഒരു കട്ട് വരുന്നതും ഇതേപോലെ പെപ്ലം കട്ടുള്ളതും വരാറുണ്ട്. അതായത് താഴെ വരെ ഫിറ്റഡ് ആയിരിക്കും, എന്നിട്ട് അതിനുശേഷം ബെൽ പോലെ കൊടുക്കും. അങ്ങനത്തത് ഇത് രണ്ടും ബെൽ സ്ലീവ്സ് തന്നെയാണ്. അടിയിലേക്ക് എക്സ്ട്രാ ജോയിൻറ്റ് വരുന്നതിന് പെപ്ലം ബെൽ സ്ലീവ്സ് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ക്യാപ് സ്ലീവ്സ്. ക്യാപ് സ്ലീവ്സ് എപ്പോഴും ഷോർട്ടായിരിക്കും. ഈ ഒരു സ്ലീവ് ക്രോസിലാണ് കട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ടേ നമുക്കിതിൻ്റെ ലെങ്ത്ത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് ഇതിനധികം ക്ലോത്ത് കുറവായിരിക്കും. ജസ്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് സ്ലീവ്ലെസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് ഈ ഒരു ക്യാപ് സ്ലീവ്സ് ഇടുമ്പം കിട്ടുന്നത്. ഇത് ബ്ലൗസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ലീവ്സാണ്. അതേപോലെ തന്നെ കുർത്തിയുടെ മുകളിലും വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിനൊക്കെ സ്ലീവ്ലെസ്സിന് പകരം ചെറിയ സ്ലീവ് ആയിട്ടൊക്കെ ഈ ക്യാപ് സ്ലീവ്സ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് കേപ്പ് സ്ലീവ്സ്. നേരത്തെ ക്യാപ്പാണ്, ഇത് കേപ്പാണ്. ഇത് നമ്മൾ അധികം പാർട്ടി വെയറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ലീവ്സ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കേപ്പ് പോലെ അല്ലെങ്കിൽ സ്ലീവ് ഇങ്ങനെ ഫുള്ള് താഴെ വരെ ഒരു ദുപ്പട്ട പോലെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ലീവ്സ് ആണ് കേപ്പ് സ്ലീവ്സ് വരുന്നത്. ഇത് ചിലപ്പം മുകളിൽ തൊട്ടേ ഓപ്പൺ ആയിരിക്കും, ചില സമയത്ത് കുറച്ച് എൽബോ വരെ ക്ലോസ് ചെയ്തിട്ട് അതിന് ശേഷമായിരിക്കും ഓപ്പൺ ആയി കിടക്കുന്നത്. ഇത് നമ്മൾ അവാർഡ് ഷോയ്സിൽ അല്ലെങ്കിൽ TV പ്രോഗ്രാംസിലൊക്കെ കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന കാണുന്ന ഒരു സ്ലീവ്സ് ആണ്. നമുക്ക് അല്ലാതെ പാർട്ടി വെയർ ആയിട്ട് ഓവർ ഡ്രാമാറ്റിക് അല്ലാതെ ജസ്റ്റ് നമ്മൾ താഴെ വരെയൊക്കെ ആയിട്ട് നമുക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലീവ്സ് ആണിത്. നെക്സ്റ്റ് വണ്ണാണ് പഫ് സ്ലീവ്സ്. ഇത് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന, നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന, പണ്ട് പട്ടുപാവാടയിൽ ഇട്ട് നടന്നിരുന്ന കാലം തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലീവ്സ് ആണ് പഫ് സ്ലീവ്സ്. പഫ് സ്ലീവ്സ് നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സിലും ബ്ലൗസസിലും കുർത്തീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് ഷോർട്ടായിട്ട് പഫി ആയിട്ട് വരാറുണ്ട്, എൽബോ സൈസിലും വരാറുണ്ട്, ചില ടൈമിൽ ഫുൾ സ്ലീവ്സിൽ വരാറുണ്ട്. പക്ഷേ അത് പഫ് സ്ലീവ്സ് അല്ല, അതിന് വേറെ നെയിമാണ്. അത് ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് എൽബോ വരെയുള്ള സ്ലീവ്സിന് പഫ് സ്ലീവ്സ് എന്നാണ്. നെക്സ്റ്റ് വണ്ണാണ് ലെഗ് ഓഫ് മട്ടൺ സ്ലീവ്സ്. കേൾക്കുമ്പോൾ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലേ. ഒരു ഷേപ്പ് ലെഗിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഈ സ്ലീവിലെ ഷേപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു പേര് ലെഗ് ഓഫ് മട്ടൺ എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഫ് സ്ലീവ്സ് തന്നെ ഫുൾ സ്ലീവ് വരുന്ന ഒരു കൈൻഡ് ഓഫ് സ്ലീവ്സ് ആണിത്. പഫ് സ്ലീവ് എന്ന് പറഞ്ഞാൽ നോർമൽ പഫ് അല്ല, മുകളിൽ നല്ല വീതിയിലുള്ള പ്ലീറ്റുകൾ പോലെയാണ് വരുന്നത്. താഴോട്ടേക്ക് നാരോവർ ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് സ്ലീവാണ്. ഇത് നമ്മൾ വെരി കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സ്ലീവ് അല്ല, പക്ഷേ വെസ്റ്റേൺ വെയർസിലൊക്കെ വരാറുണ്ട്. ചിലർക്കെങ്കിലും ഇടാനൊക്കെ ഒരു മടിയായിരിക്കും, മുകളിൽ ഇങ്ങനെ പഫി ആയി കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ചില ബ്ലൗസസിലൊക്കെ ഇപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് സ്ലീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഞൊറിയായിട്ട് വരുന്ന രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് വണ്ണും പഫ് സ്ലീവിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ്. ഇതിൻ്റെ പേര് ബിഷപ്പ് സ്ലീവ്സ് എന്നാണ്. നേരത്തെ ലെഗ് ഓഫ് മട്ടൺ സ്ലീവ്സിന് സിമിലർ ആണിത്. ഇതിന് പക്ഷേ മുകളിൽ ഇങ്ങനെ ഒരുപാട് പഫി ആയിട്ടുണ്ടാവില്ല, ജസ്റ്റ് ചുരുക്കുണ്ടാവും. പിന്നെ താഴെ ഒരു കഫോ അല്ലെങ്കിൽ ഒരു ബാൻഡോ പോലെ ഒരു സംഭവം, ഫുൾ സ്ലീവാണ് ഉണ്ടാവുക. അതിൻ്റെ താഴെ ഏറ്റവും അടിയിലായിട്ടൊരു കഫ് ഉണ്ടാവും. ആ ഒരു കഫിൻ്റെ മുകളിലേക്കും ഈ ഒരു സ്ലീവ് പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗാദേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ലീവ്സ്, ഇത് ഫുൾ സ്ലീവ് തന്നെയാണ് വരുന്നത്. അങ്ങനെയുള്ള സ്ലീവ്സ് ആണ് ബിഷപ്പ് സ്ലീവ്സ് എന്ന് പറയുന്നത്. ഇതും വെസ്റ്റേൺ വെയറിലും ബ്ലൗസസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ വെരി കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് വണ്ണാണ് ലെയേർഡ് സ്ലീവ്. ഏത് കൈൻഡ് ഓഫ് സ്ലീവ്സിലും ലെയേഴ്സ് വരുമ്പം അതിന് ലെയേർഡ് സ്ലീവ് എന്നാണ് പറയുന്നത്. അതധികവും ബട്ടർഫ്ലൈ സ്ലീവ്സിലോ അതേപോലെ തന്നെ ബെൽ സ്ലീവ്സിലൊക്കെയാണ് കാണാറ്. അല്ലാതെ എന്ത് ടൈപ്പ് ഓഫ് സ്ലീവ്സ്, ചില മോഡേൺ ഡിസൈൻസിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലീവ്സിൽ ഇതേപോലെ ലെയേഴ്സ് വരാറുണ്ട്. ഇപ്പോൾ ക്യാപ് സ്ലീവിലൊക്കെ ലെയേഴ്സ് വരാറുണ്ട്. അപ്പം എന്ത് ടൈപ്പ് ആണെങ്കിലും ഇങ്ങനെ ലെയേഴ്സ് വരുമ്പം അതിന് ലെയേർഡ് സ്ലീവ്സ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ടുലിപ്പ് സ്ലീവ്സ്. ഇതിന് പെറ്റൽ സ്ലീവ്സ് എന്നുള്ള പേരുണ്ട്. ഒരു സമയത്ത് ഇത് ഭയങ്കര ഫാഷനായിരുന്നു. നമ്മുടെ കുർത്തീസിലും ബ്ലൗസിൻ്റെ സ്ലീവ്സിലൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ലീവ്സ് ആണ്. ഇപ്പോഴും വെസ്റ്റേൺ വെയർസിനൊക്കെ ഇങ്ങനത്തെ സ്ലീവ്സ് വരാറുണ്ട്. ഈ ഒരു സ്ലീവ് ഷോർട്ട് സ്ലീവ് ആയിട്ടാണ് അധികം ഉണ്ടാവുക. അത് ചിലപ്പോൾ എൽബോ സ്ലീവ്സ് ആയിട്ടുണ്ടാവും. അപ്പം ഒരു ലെയർ ഓവർലാപ്പ് ചെയ്ത രീതിയിലാണ് ഈ ഒരു സ്ലീവ്സ് വരുന്നത്.
ഇനി അടുത്തതാണ് കോൾഡ് ഷോൾഡർ. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സ്പേസിൽ നമുക്ക് ഫാബ്രിക് ഉണ്ടാവില്ല, അവിടെ ഇങ്ങനെ എക്സ്പോസ് ആയിട്ടാണ് ഉണ്ടാവുക, സ്കിൻ എക്സ്പോസ് ആവും. അങ്ങനത്തെ സ്ലീവ്സ് ആണ് കോൾഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ഇത് ബ്ലൗസസിലൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മോഡേൺ ലെഹങ്കാസിലൊക്കെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സ്ലീവ്സ് വരാറുണ്ട്. ചില വെസ്റ്റേൺ വെയർസിലുണ്ട്, പണ്ടൊക്കെ ബ്ലൗസിൽ മാത്രമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്ലീവാണ് കോൾഡ് ഷോൾഡർ സ്ലീവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കിമോണോ സ്ലീവ്സ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ലീവ്സ് ആണ്. ഇതിന് സ്ലീവിന് ഷോൾഡറിൽ ജോയിൻ്റ് ഉണ്ടാവില്ല. നമ്മൾ ബോഡി വെട്ടുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫാബ്രിക് എക്സ്ട്രാ എക്സ്റ്റൻഷൻ പോലെ എടുത്തിട്ടാണ് ഈ സ്ലീവ്സ് ചെയ്യുന്നത്. അതായത് ജോയിൻ വരാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ഓഫ് സ്ലീവ്സ് ആണ്. ഇത് അധികവും എൽബോ സ്ലീവും ഷോർട്ട് സ്ലീവ്സും ആയിട്ടാണ് നമ്മൾ കാണുക. ചില സമയത്ത് ഫുൾ സ്ലീവ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സ്ലീവ്സ് ആണ് കിമോണോ സ്ലീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റാഗ്ലാൻ സ്ലീവ്സ്. ഈ സ്ലീവ്സ് അധികം ടീഷർട്സിലാണ് നമ്മൾ കാണുക, അല്ലെങ്കിൽ വെസ്റ്റേൺ വെയർസിലാണ് ഉണ്ടാവാറ്. വളരെ ചുരുക്കം വേറെ ഡ്രസ്സസിലും കാണാറുണ്ട്. ഈ ഒരു സ്ലീവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഷോൾഡർ കട്ട് പോലെയല്ല വരുന്നത്. ഷോൾഡർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്കിൻ്റെ മുകളിൽ നിന്നായിരിക്കും. ഫോട്ടോസിലൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നെക്കിൻ്റെ മുകളിൽ നിന്നാണ് ആ ഒരു ആം ഹോൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്രോസ് ആയിട്ട് നെക്കിലേക്ക് ചേർന്ന രീതിയിൽ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സ്ലീവ്സ് ആണ് റാഗ്ലൻ സ്ലീവ്സ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്ലീവ്സും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. താങ്ക്